ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. എസ്പെഷ്യലി UK താമസിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഫ്ലേവേഴ്സും രുചികളൊക്കെയാണ്. അപ്പോൾ അതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് അധികം ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അതുപോലെ എരിവും പുളിയൊക്കെ ഉള്ള അടിപൊളി ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ വന്നേക്കണേ കേരള ഹബ് മിൽട്ടൺ കെയ്ൻസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടോ. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ നാട്ടിലെ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ എപ്പോഴും പാൽക്കപ്പ, കാന്താരിക്കപ്പ, ബീഫ്, അല്ലെങ്കിൽ സീ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ്, പൊതിച്ചോറ്, അല്ലെങ്കിൽ ചട്ടിച്ചോറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാവും. പക്ഷെ അത് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഇന്ന് നമുക്കിവിടെ കിട്ടിയേക്കാണ്. ഇങ്ങനെയുള്ള നമ്മൾ ക്രേവ് ചെയ്യുന്ന കുറേയധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ ഓർഡർ വരും. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ്. നമ്മളിതിൻ്റെ ഓർഡറിൻ്റെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ കുറച്ചധികം സീ ഫുഡ് ഐറ്റംസും ഫിഷ് ഐറ്റംസും ബീഫിൻ്റെയൊക്കെ വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ വരുമ്പോൾ നമുക്ക് കാണാം. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ആവോലി മീൻ പൊള്ളിച്ചതാണ്. ആവോലിയാണ് നമ്മൾ പ്രിഫർ ചെയ്തത് മീൻ പൊള്ളിച്ചതിന്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം ഫ്രൈഡ് റൈസ് ഉണ്ട്. അത് ചിക്കൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ പാൽക്കപ്പ ആൻഡ് ബീഫാണ്. നെക്സ്റ്റ് ചട്ടിച്ചോറ് വിത്ത് ലോഡ് ഓഫ് സീ ഫുഡ് ഐറ്റംസ്. ഫ്രൈ ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, മീനുണ്ട്, കൂന്തലുണ്ട്, നമ്മുടെ അവിയലുണ്ട്, ചമ്മന്തി ഉണ്ട് ഒക്കെ ആയിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. പപ്പടമൊക്കെ ആയിട്ട് പ്രസൻറ്റേഷനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. നമുക്ക് അടുത്ത കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി കപ്പയാണ്. നോർമൽ കപ്പ, അത് അടിപൊളിയായിട്ട് നമ്മുടെ ചില്ലിയൊക്കെ ഇട്ട് നല്ല ടോപ്പപ്പ് ചെയ്തിട്ട് നല്ല രസമുണ്ട് അത്. പിന്നെ മീൻകറി ആണെങ്കിലും നല്ല രീതിയിൽ നല്ല ഇതിലാണ് വന്നേക്കണം, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് മസാലയൊക്കെ ആയിട്ട് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ ആവോലി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലഷൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതിൽ മസാല മാരിനേഷനൊക്കെ മണം നല്ല രസമുണ്ട്. അപ്പോൾ നോക്കുക. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അതിൽ മസാല മാരിനേഷനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയും എരിവൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായി. അതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഓർഡർ ചെയ്താൽ കേട്ടോ പാൽക്കപ്പയും ബീഫും. അവൾക്ക് ഇവിടെ വന്ന് നേരത്തെ കഴിച്ചിട്ട് ഇഷ്ടമായ ഒരു സാധനമാണ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വിത്ത് ഹർ പെർമിഷൻ. അപ്പോൾ അതേ ഒരു രക്ഷയില്ല കേട്ടോ. ഈ കപ്പ എന്ന് പറഞ്ഞാൽ പാൽക്കപ്പ ഒന്ന് വായിലിട്ട് ഇങ്ങനെ മെൽറ്റായി പോകുന്ന അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ബീഫും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ബീഫെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറയാം ഡ്രൈ ആയിട്ട് നല്ല വരട്ടി വെച്ച ബീഫില്ലേ, അതാണ് നല്ല രസമാണ്, നല്ല കോമ്പിനേഷനാണ്. ചട്ടിച്ചോറിൽ ഏറ്റവും അടിപൊളിയായിട്ട് കുറേയധികം സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് പ്രോൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്രാബുണ്ട്, നമ്മുടെ ഫിഷ് കറിയുണ്ട്, കക്കയിറച്ചിയുണ്ട്, നമ്മുടെ അവിയൽ, പപ്പടം, ക്യാബേജ് തോരൻ, പിന്നെ സാമ്പാറും. അപ്പോൾ മൊത്തത്തിലെല്ലാം അടങ്ങിയ ഒരു അടിപൊളി ചട്ടിച്ചോറാട്ടോ. ഇവിടുത്തെ എല്ലാ ഫുഡും ഞാൻ ടേസ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് എന്നല്ല എല്ലാം വന്ന ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഫിനിഷ് ചെയ്യില്ല എന്ന് വിചാരിച്ചെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കുമായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും മിൽട്ടൺ കെയ്ൻസ് ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് ഇറ്റ് ഔട്ട് കേരള ഹബ് മിൽട്ടൺ കെയ്ൻസ്. അതുപോലെ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷനും അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും മാപ്പൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.